അപ്പോഴേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ അടുത്ത് യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ, കൂടെ കുക്കിങ്ങും കൂടി ഉൾപ്പെടുത്തണമോ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ, പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട്. പിന്നെ രാവിലെ തന്നെ അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് വെള്ളം ചൂടായി കഴിയുമ്പോൾ അരി അടുപ്പിലിടുക. അപ്പം പുകയില്ലാത്ത അടുപ്പാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില സമയത്ത് ഭയങ്കരമായിട്ടും പുകയാണ് കേട്ടോ. കാറ്റും കൂടെ വീശുന്ന സമയത്താണെങ്കിൽ അടുക്കളക്കകത്തോട്ട് പുക ഞങ്ങൾ നിറഞ്ഞു നിൽക്കും. ഞാൻ നേരം വെളുക്കണമെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും അല്ലേ, അതുവരെ ഞാൻ പുറത്തിറങ്ങാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി മാഗിക്കും ബോണിക്കും ഒക്കെ ബിസ്ക്കറ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഓണാക്കി വരുവേ. ഗ്യാസ് കുറ്റി പുറത്തായതുകൊണ്ട് രാവിലെ എണീറ്റ് ഓണാക്കുന്നത് വരെ അകത്ത് കറികളൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓണാക്കി വന്നിട്ടാണ് പിന്നെ രാവിലത്തെ 6 മണിയാകുമ്പോഴേ പിന്നെ കറിക്കുള്ളതൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെയാണ് അത് വെള്ളത്തിലേക്ക് ഇട്ടത്. പിന്നെ ചായയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം പിന്നെ കറി വെക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഇന്ന് വൻപയറാണ് കേട്ടോ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക വീഡിയോയിലും കാണുമ്പോൾ 2 കറികളൊക്കെ വെക്കാറില്ല. അപ്പോൾ ഇന്ന് വൻപയറാണെങ്കിൽ 2 പേർക്കും കൂട്ടിക്കോളൂ, 2 പേർക്കും ഒരു കറി മതി. അല്ലാത്ത ക്യാരറ്റോ ബീറ്റ്റൂട്ടൊക്കെ കറി വെക്കുന്ന സമയത്ത് ഒരാൾ ക്യാരറ്റ് കൂട്ടുവാണെങ്കിൽ ഒരാൾ ക്യാരറ്റ് കൂട്ടത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു തോരൻ കറിയും കൂടെ വെക്കും. അപ്പോൾ ഇന്ന് എന്തായാലും വൻപയർ വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ 2 പേർക്കും അത് കൂട്ടിക്കോളും. അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ പുറത്തതാ കാക്ക ഇങ്ങനെ കാലിക്കോട് ഇരിക്കുന്നുണ്ട് ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് അങ്ങ് കുഴച്ച് വെക്കും ആദ്യമേ തന്നെ. അത് കുഴച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ചപ്പാത്തി എന്ന ദിവസവും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചപ്പാത്തിക്ക് മുട്ടക്കറിയാണ് വെക്കുന്നത്. പിന്നെ അത് പച്ചക്കറിയൊക്കെ ഉപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് അതെല്ലാം മാറി കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമീനും കൂടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ പിള്ളേർക്കല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കൂടി രാവിലെ തന്നെ ചെയ്യാറുണ്ട് ഉച്ചവരത്തേക്കുള്ളത്. ചിലപ്പോൾ വൈകിട്ടത്തേക്കും ആ കറി തന്നെ കാണും. പിന്നെ വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. തേങ്ങ ചിരണ്ടുമ്പോഴേ ഒരു തേങ്ങ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഞാനങ്ങ് ചിരണ്ടി വെക്കും. കാരണം എപ്പോഴും ചിരണ്ടാൻ നിൽക്കണ്ടല്ലോ. പിന്നെ അതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ അപ്പത്തേനും അതാ വെന്ത് കേട്ടോ. 3-4 വിസിലടുപ്പിച്ചു. പിന്നെ അതിന് അരപ്പൊക്കെ ആക്കണം. അപ്പോൾ ഇതാ പാത്രങ്ങൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ രാവിലെ കഴിക്കേണ്ടതെല്ലാം കൂടെ ഒന്നും കൂടെ ഞാൻ കഴുകിയെടുക്കുവേ. പിന്നെ അവർക്ക് ഇന്ന് ചിക്കൻ അല്ല കേട്ടോ, ഇന്ന് ബീഫ് വറുത്തതുണ്ട്. അത് ഇന്നലെ വറുത്ത് വെച്ചതാണ്. അതാണ് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ത് കറി ഇഷ്ടമുള്ളത് അവർക്ക് കൊണ്ടുപോകാം. പിന്നെ കുറച്ച് കാന്താരിമുളകൊക്കെ ഇട്ടിട്ട് ഉണക്കമീനും കൂടെ വറുത്തു. ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴിതാ വൻപയർ വെന്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അരപ്പൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചെടുത്തു. പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലങ്ങ് അടുപ്പിച്ചെടുക്കും കേട്ടോ. പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ മുട്ടക്കറി അങ്ങനെയാണ് വെക്കാറ്. പിന്നെ അതിൻ്റെ കൂടെ മസാലപ്പൊടി എല്ലാം കൂടെ വറുത്തരച്ച് തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് മുട്ടക്കറി ആക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉള്ളിയെല്ലാം എണ്ണ ഒഴിച്ച് വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒപ്പം തന്നെ ഞാൻ കഞ്ഞിയും കൂടി ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയങ്ങളിലൊന്നും ഞാൻ എൻ്റെ വെള്ളം കൂടി ഒട്ടും മാറ്റി വെക്കാറില്ല. അത് വളരെ കറക്റ്റായിട്ട് വെള്ളം കൂടി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതാ മുട്ടക്കറി ആയി കേട്ടോ. പിന്നെ എനിക്ക് മോരുകറിയാണ് വെക്കാനുള്ളത്. മോരുകറി ദിവസവും സച്ചുവിന് വേണം കേട്ടോ. സച്ചുവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോരും കൂട്ടാന്നാണ് വിളിക്കുന്നത്. കാരണം അവന് സ്കൂളിൽ പോകുന്ന സമയത്ത് നിർബന്ധമാണ്. മോരില്ലാതെ ഒറ്റ ദിവസവും പോകാറില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് മോര്. പക്ഷേ വീട്ടിലാണെങ്കിൽ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ സ്കൂളിൽ നിർബന്ധമാണ് മോര് വേണം എന്നുള്ളത്. ഇല്ലെങ്കിൽ ചോദിക്കും, മോരില്ലേന്ന് ചോദിക്കും. പിന്നെ ഇതാ റിച്ചു ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ. അവൻ്റെ ബെൽറ്റ് ഒന്നെങ്കിൽ മുറുകിപ്പോയി എന്ന് പറയും. മുറുക്കിയിട്ട് കഴിയുമ്പോൾ പറയും അല്ലോ അത് ഇച്ചിരിയും കൂടി അയക്കണം എന്ന് പറയും. എന്നിട്ട് അഴിച്ചു കൊടുക്കാൻ പറയും കുറച്ചും കൂടെ മുറുകണം എന്ന് പറയും. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതും ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ മുന്നിൽ ഓണായിരിക്കുന്നവൻ കാണുന്നത്. അപ്പോഴേക്കും മോരുകറിയായി. ഇന്ന് ചേട്ടായി ചോറാണ് രാവിലെ കഴിക്കുന്നത്. ചില ദിവസങ്ങളിൽ മാത്രമേ ചപ്പാത്തി കഴിക്കാറുള്ളൂ. പക്ഷേ ഞാനും പിള്ളേരും രാവിലെ ചപ്പാത്തി തന്നെയാണ് സ്ഥിരമായിട്ട് കഴിക്കാറ്. അങ്ങനെ അതാ ചേട്ടായി രാവിലെ പോയി. ചേട്ടായി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ആക്കി പിള്ളേർക്കും കൊടുത്ത് ഞാനും കഴിക്കുന്നത്. ചപ്പാത്തി ആണെങ്കിലും അല്ലാതെ ദോശയൊക്കെ ആണെങ്കിലും അത് അന്നേരം ചൂടോടെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. കൃത്യം ഒരു കഴിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കാറുള്ളൂ. നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അത് അപ്പത്തേക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവർ വേഗം പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. പിന്നെ അങ്ങോട്ട് നീണ്ട് പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഒരു കാര്യം മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാനും മറന്നുപോയി. രാവിലെ എല്ലാ ദിവസവും രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു സൈക്കിൾ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ 2 വാഷ് ബേസിൻ്റെ 2 വശവും ഞാൻ ഇതുപോലെ സോപ്പിട്ട് കഴുകാറുണ്ട്. ഇത് എത്ര വട്ടം ഞാൻ ഈ അടുക്കള ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത്രത്തോളം പ്രാവശ്യം ഞാനിങ്ങനെ സോപ്പിട്ട് ഇത് കഴുകിയിടാറുണ്ട്. എന്നാലേ എനിക്ക് തൃപ്തി വരുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ അതേ കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്നത്തെയും വീഡിയോ കാണുന്ന പോലെ തന്നെ സ്റ്റൗവ്, ഫ്രിഡ്ജ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തുടയ്ക്കലാണ് പിന്നത്തെ പരിപാടി. അതെല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണി വിരിച്ചിടാനുണ്ടായിരുന്നു, അതങ്ങ് വിരിച്ചിട്ടു. അപ്പോഴത്തേക്കും ഇത് നല്ല വെയിലായിട്ടുണ്ട് പുറത്തോട്ടൊക്കെ. പിന്നെ വേഗം ഞാൻ മാഗിക്കും ബോണിക്കൊക്കെ ചോറ് കൊണ്ട് കൊടുത്തു. ചോറ് കൊണ്ട് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തോടെ വന്ന് കിളികൾക്കൊക്കെ വെള്ളം കൊടുക്കലും തിന കൊടുക്കലും ഒക്കെയാണ് പരിപാടി. അത് കഴിഞ്ഞ് അവരുടെ വെള്ളമൊക്കെ മാറ്റി വേറെ വെള്ളം വെച്ച് കൊടുക്കും. പിന്നെ ഇത് 2-3 ദിവസം മുമ്പേ ആയിട്ട് വാഴ കാറ്റ് കൊണ്ട് ഒരു വാഴ ഒടിഞ്ഞു പോയി. പക്ഷേ ഒരു വാഴയാണെങ്കിൽ ഒഴിയാനായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു മേലത്തെ മരത്തിലേക്ക് അങ്ങ് വലിച്ച് കെട്ടി കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അത് ഞാൻ അവിടെയുള്ളൊരു മുരിങ്ങയിലേക്ക് കയറിട്ട് വലിച്ച് കെട്ടി കൊടുത്തു. അപ്പോഴേ ഈ വാഴയൊക്കെ ഞാൻ തന്നെ നട്ട് വെച്ചതാണേ. പിന്നെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് കിടന്നൊരു തൂണുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ അതിലേക്ക് ചാരി കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ തുടച്ചിട്ട് അടിച്ചു വാരി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാഗിക്കും ബോണിക്കും ചോറ് കൊടുക്കുന്നത്. ചിലപ്പോൾ എൻ്റെ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അടിച്ചു വാരും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നിതാ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഈ ഡൈനിങ് ഹാളിൽ ആരും ഇന്ന് ചോറ് കഴിക്കാറില്ല കേട്ടോ. പിള്ളേരും ആണെങ്കിലും ചേട്ടായി ആണെങ്കിലും ആരാണെങ്കിലും അമ്മച്ചിക്കാണെങ്കിലും അവർ ആ ഹാളിലിരുന്നാണ് ചോറ് കഴിക്കാറ്. ആരും ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചോറ് കഴിക്കാറില്ല. TV ഒക്കെ കണ്ടിട്ടിരുന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. പിന്നെ തുടയ്ക്കുന്നതും ചുക്കിലി അടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം 2-3 ദിവസം മുമ്പെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. 9 മണി 9:30 ആകുമ്പോഴത്തേനും അതാ ഇതുപോലെ വെയിലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പോലും പറ്റത്തില്ല കേട്ടോ. കാരണം വീടിന് ചുറ്റും മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ വെയിൽ ഇങ്ങനെ നമ്മുടെ മുൻവശത്തേക്ക് വരും. അതുകൊണ്ട് വെയിലാകുന്നതിന് മുമ്പ് തന്നെ പുറത്തുള്ള അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പിന്നെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നീടുള്ള ടൈമിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയമാണ്. അതിനുശേഷം ഒരു 3:30 ആകുമ്പോഴത്തേനും പിള്ളേർ വൈകിട്ട് 4:15 ആകുമ്പോഴത്തേനും പിള്ളേർ വരത്തുള്ളൂ. 4:15 4:30 ആകുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. എല്ലാ ദിവസവും ഓരോന്ന് മാറി മാറി ഉണ്ടാക്കും കേട്ടോ. ഒരു ദിവസം അടുപ്പിച്ച് ഓരോന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദിക്കും ഇന്നല്ല എല്ലാ ദിവസവും ഇത് തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനും പിന്നെ കുറച്ച് തിരക്കിട്ട പണികളാണ്. പിന്നെ ഷീറ്റ് എടുക്കാനുണ്ടാവും, അവർ കഴിച്ച പാത്രങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടാവും. അതെല്ലാം കഴുകി വെച്ച് പിന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ മുറ്റത്ത് ഇപ്പോൾ ഈ കരികല് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ് വീശുന്നതുകൊണ്ടാണ്. രാവിലത്തെ ഭയങ്കര കാറ്റില്ലേ, അതുകൊണ്ടാണ് ഇപ്പം മുറ്റത്ത് മുഴുവൻ കരികില. അപ്പോൾ രാവിലെ എന്താണെന്ന് വെച്ചാൽ വെയിൽ കാരണം ഞാൻ പറഞ്ഞില്ല പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ അടിക്കാൻ പറ്റത്തില്ല. പിള്ളേരൊക്കെ പോയി കഴിയുമ്പോഴത്തേനും വെയിലാകും. അതുകൊണ്ടാണ് വൈകുന്നേരം മുറ്റം അടിക്കുന്നത്. പിന്നെ അത് ഇവരെയൊക്കെ മാഗീനൊക്കെ അയച്ചു വിട്ട് അവരുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അധികം നേരം ഇങ്ങനെ പുറത്തു കൂടെ വിടാറില്ല. പെട്ടെന്ന് തന്നെ കൂടിലേക്ക് കയറ്റും. അപ്പോഴാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് കൊടുക്കൽ ഞാൻ അവരെ അങ്ങ് ശീലിപ്പിച്ചു പോയി കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും കൊടുക്കുന്നത്. കൈയൊക്കെ കഴുകി ഉള്ളിൽ കയറി വന്നിട്ട് ചോറൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ആ കൂടെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ അടുപ്പൊക്കെ വൃത്തിയാക്കലാണ്. രാവിലെ ചൂടായതുകൊണ്ട് അടുപ്പിന് നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പം വൃത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈകുന്നേരമാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കുന്നത്. പിന്നെ അത് കഞ്ഞി ഊറ്റാൻ വേണ്ടി പോകുന്നുണ്ട് സമയത്ത് അത് കഞ്ഞിക്കലം എൻ്റെ കയ്യിൽ നിന്ന് തെന്നിയിട്ട് ആ വാർക്കച്ചട്ടിയുടെ ഉള്ളിലോട്ട് വീണു പോയി കേട്ടോ. പിന്നെ കുറച്ച് പണിപ്പെട്ട് ഞാനത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പുറത്തൊക്കെ എടുത്ത് ഞാൻ ഊറ്റിയിട്ടുണ്ട്. പിന്നെ 2 പേർക്കും ചോറ് കൊടുക്കലാണ്. അപ്പോൾ അന്നേരമാണ് അവനെ ഞാൻ അയച്ചു വിടുന്നത്, ബോണീനെ. അങ്ങനെ അവനെ അയച്ചു വിട്ടു. പെട്ടെന്ന് തന്നെ വന്ന് ചോറും കൊടുത്ത് 2 പേർക്ക്. പിന്നെ രാവിലത്തേക്കുള്ള വെള്ളം പിടിച്ചു വെക്കലാണ്. അത് 2 കലത്തിൽ നിറച്ചും വെള്ളം രാവിലത്തേക്ക് പിടിച്ചു വെക്കും. രാവിലെ കുറേശ്ശെ വെള്ളമല്ലേ വരത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തേക്കുള്ള വെള്ളം കുറച്ച് പിടിച്ചു വെക്കുന്നത്. പിന്നെ രാവിലെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വിറക്, അതായത് നേരം വെളുക്കുമ്പോൾ 6 മണിയാവൂലേ, ആ ഒരു സമയം വെട്ടമാകാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ അതുവരെ കത്തിക്കാനുള്ള വിറകും കൂടെ ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെക്കുവേ. പിന്നെ രാവിലെ ചെയ്ത പോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. വാഷ് ബേസിൻ്റെ 2 സൈഡും വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് രാവിലെ അടുക്കള ക്ലീൻ ആക്കിയ പോലെ തന്നെ രാത്രിയിലും ചെയ്യും. അതിനുശേഷം അടിച്ചു വാരും. പിന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ തുടയ്ക്കാറുണ്ട്, അടുക്കള മാത്രം. അങ്ങനെ തുടച്ചിടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളയിൽ കയറുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പണിയും കഴിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോഴതാ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാനൊരു പൈനാപ്പിളൊക്കെ ചെത്തി കഴിച്ചു. പൈനാപ്പിളോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്. എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.